അല്പസമയം മുൻപാണ് ആശുപത്രി PR മാധ്യമങ്ങളോട് സംസാരിച്ചത്. എന്തോ ഒരു കൗണ്ടിൻ്റെ അളവ് കുറവായത് കാരണം വെന്റിലേഷൻ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഉമാ തോമസ് MLA വെന്റിലേറ്ററിലേക്ക് മാറ്റുന്നു എന്നുള്ളതാണ് PRO നേരത്തെ സ്ഥിരീകരിക്കുന്നത്. സ്കാനിംഗ് അടക്കമുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ICUവിലാണ്, തീവ്രപരിചരണ വിഭാഗത്തിലാണ്. ആ സ്കാനിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കഴിയുമ്പോൾ മാത്രമാണ് പരിക്ക് എത്രത്തോളം ഗുരുതരമാണ് എന്ന കാര്യം അറിയാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഉമാ തോമസ് MLA എത്രയും പെട്ടെന്ന് പരിക്ക് ഭേദമായി വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥന മാത്രമേ ഇപ്പോഴുള്ളൂ. എത്രയും പെട്ടെന്ന് പരിക്ക് ഭേദമായി അവരുടെ പൊതുജീവിതത്തിലേക്ക് ശക്തമായി തിരിച്ചു വരട്ടെ. മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ആ പരിപാടിയിൽ ഉണ്ടായിരുന്നതാണ്. മന്ത്രി സജി ചെറിയാൻ അടക്കം ഈ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് MLAക്ക് കിട്ടാവുന്നതിൻ്റെ പരമാവധി ചികിത്സ ഇപ്പോൾ അവിടെ നൽകുന്നുണ്ട്. ആശുപത്രിയിലേക്ക് പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ അങ്ങോട്ടേക്ക് എത്തിച്ചേരുകയാണ്. വൈകുന്നേരമാണ് അങ്ങേയറ്റം സങ്കടമുണ്ടാക്കുന്ന, അത് കണ്ടാൽ വലിയ ഞെട്ടലുണ്ടാക്കുന്ന കൈവരിയിൽ MLA താഴേക്ക് വീഴുകയായിരുന്നു. ഉറപ്പായും താഴെ വീഴുമ്പോൾ മുഖമടിച്ചാണ് വീണതുകൊണ്ടാണ് മുഖത്തും ചെവിക്കുമില്ലുമൊക്കെ പരിക്കുള്ളത്. പെട്ടെന്ന് തന്നെ അപ്പോൾ തന്നെ ദൃശ്യങ്ങളിൽ MLA ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങളുണ്ടായി. ആശുപത്രിയിലേക്ക് സമയം വൈകാതെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. പക്ഷേ പരിക്ക് കുറച്ച് ഗുരുതരമായത് കാരണം ഉമാ തോമസ് MLA വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ അറിയാനും കഴിയുന്നത്. അമൽ സുരേന്ദ്രൻ തുടരുന്നുണ്ട്. അമൽ, MLAയുടെ ആരോഗ്യനിലയെക്കുറിച്ച് ഈ സ്കാനിംഗ് കഴിഞ്ഞുള്ള ഒരു റിപ്പോർട്ട്, ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ എപ്പോൾ ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്? അമൽ കേൾക്കാമോ? അല്പസമയത്തിനുള്ളിൽ തന്നെ നമുക്ക് കേൾക്കാം. നമുക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതാണ്. ഏതായാലും വെന്റിലേഷന്റെ സഹായം, സപ്പോർട്ട് ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അതിനർത്ഥം പൂർണ്ണമായും വെന്റിലേറ്ററിന്റെ സഹായത്തോടെയല്ല ഉമാ തോമസിന്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്നല്ല അതിന്റെ അർത്ഥം. വെന്റിലേഷന്റെ സപ്പോർട്ട് ഉണ്ട് എന്ന് മാത്രമാണ്. പ്രാഥമികമായിട്ട് തലയ്ക്ക് ഉണ്ടായ ഒരു പരിക്കും അതിന്റെ ഒരു ഗുരുതര സ്വഭാവവും വെച്ചുകൊണ്ട് മാത്രം കൊടുക്കുന്ന ഒരു സ്വാഭാവികമായിട്ട് ഇത്തരം ഒരു പരിക്കുകൾക്ക് കൊടുക്കുന്ന ഒരു സഹായം മാത്രമാണ്, അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് മാത്രമാണ്. അതിന്റെ ഭാഗമായിട്ട് വെന്റിലേഷൻ സപ്പോർട്ട് ഉമാ തോമസിന് ഇപ്പോഴുണ്ട്. ഏതായാലും ഉമാ തോമസിന്റെ ആരോഗ്യനിധിയെക്കുറിച്ചുള്ള PRO പറയുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്കിപ്പോൾ മനസ്സിലാവാൻ സാധിക്കുന്നുള്ളൂ. ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനുള്ളിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് ഒരു വിലയിരുത്തൽ ഉണ്ടായതിനു ശേഷം മാത്രമേ വിദഗ്ധമായിട്ടുള്ള ചികിത്സാ രീതികൾ എങ്ങനെയൊക്കെ ആയിരിക്കണം, അല്ലെങ്കിൽ ഉമാ തോമസിനെ മറ്റേതെങ്കിലും ആശുപത്രിയിലേക്ക് മാറ്റേണ്ടതുണ്ടോ, ഇവിടെ തുടരുക തന്നെയാണോ എന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം വിശദമായിട്ടുള്ള അറിവ് നമുക്ക് ലഭിക്കണമെങ്കിൽ ഡോക്ടർമാരുടെ ഒരു മാധ്യമങ്ങളെ കാണേണ്ടതുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഡോക്ടർമാർ മാധ്യമങ്ങളെ കാണുക, അവരുടേതായിട്ടുള്ള വിദഗ്ധമായിട്ടുള്ള ഒരു പത്രക്കുറിപ്പ് ഇതിന് ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഉമാ തോമസിന് സംഭവിച്ചിട്ടുള്ള ഈ ഒരു അപകടത്തെ തുടർന്ന് ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർ എല്ലാവരും ആശുപത്രിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്.